അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങേണ്ട. ഇപ്പം ഞാനിതൊന്ന് കാണിക്കുന്നത് ഒരു കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി. പക്ഷേ അപ്പോഴേക്കാണ് പിന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുകയും ആ ദുരന്തം ഉണ്ടാകുകയും നമ്മളെല്ലാവരും ഭയങ്കര ദുഃഖത്തിലാഴുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് പെൻഡിങ്ങിൽ വെച്ചേക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് കല്യാണത്തിന് പോകുന്നത് ഹസ്ബൻഡിൻ്റെ മാമയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ വീട്ടിൽ മൊത്തം 11 മക്കളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും ബാക്കിയൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് മൈലാഞ്ചിക്ക് ഇപ്പോൾ പായസം ഉണ്ടായിരുന്നു, പിന്നെ മന്തി ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട, ചിക്കൻ, പിന്നെ അപ്പം, അങ്ങനെ പലതരത്തിലുള്ള പല ഐറ്റംസ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ 3 ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇവിടെ കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും കൂടിയുള്ളൊരു ഫാമിലി ഫോട്ടോയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോന്നു. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ കേട്ടോ എല്ലാം ഞാനിപ്പോൾ 3 ദിവസത്തെയും ഞാൻ ഒരു ദിവസമാക്കി കാണിക്കാം കേട്ടോ വിശേഷങ്ങൾ. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ കളമശ്ശേരിയിൽ വെച്ചിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ബ്ലോക്കിൽ കിടക്കുകയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാട്ടോ. ഇനി അമ്മൂതേ ബാക്കിൽ ഉണ്ണി വലിയ അഭിഷേകം പോയിപ്പോൾ അവരുടെ കാറിന് പോയിട്ടാ. അങ്ങനെ നല്ല ബ്ലോക്കിൽ പെട്ടേക്കായിരുന്നു കേട്ടോ. HMT ജംഗ്ഷനിൽ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് പിന്നെയാണെങ്കിൽ ഈ കാറിൽ പെട്രോളും കുറവാണ്. പിന്നെ പെട്രോളൊക്കെ അടിച്ച് യൂട്ടേൺ എടുത്ത് വന്നപ്പോൾ ഒരു നേരമായിട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ പാട്ടൊക്കെ നല്ല തകർക്കയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. മൈലാഞ്ചി ഇടലും ഇതൊക്കെ ചടങ്ങുകളാണിത്. അങ്ങനെ ഫുഡ് കഴിക്കണ ഇതായിട്ടാ. അപ്പോൾ ഞങ്ങൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. അപ്പോഴും നല്ല തിരക്കായിരുന്നു കേട്ടോ. നന്നായി ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ അവിടെ പാട്ട് നടക്കുന്നു, ഒരു സൈഡിൽ ഫുഡ് കഴിക്കുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഇപ്പോഴത്തെ കല്യാണമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 ദിവസത്തെ പ്രോഗ്രാമാണല്ലോ. അപ്പോൾ അതനുസരിച്ച് ഡ്രസ്സുകൾ മാറലായി, എല്ലാവരും ഒത്തുകൂടലായി, ഭയങ്കര രസമായിരിക്കും കേട്ടോ. നമുക്കിപ്പോൾ നമ്മുടെ ബന്ധത്തിൽ തന്നെ പെട്ട ഒരു കല്യാണം വരുന്നതെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റേതായ തിരക്കുകളും എല്ലാം ഡ്രസ്സ് എടുക്കുന്ന തിരക്കുകളും എല്ലാം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ ദിവസം പെട്ടെന്നങ്ങ് വന്നെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് അത് നമ്മൾ വിട്ടു പോയെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ആയിരിക്കും അയ്യോ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയായിരുന്നെങ്കിൽ എന്നൊക്കെ അങ്ങനെ തോന്നുന്നത്. പക്ഷേ ഈ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ വലിയൊരു ദുഃഖ വാർത്തയാണ് കേരളം ഞെട്ടലോടെ കേട്ടത്. ഉരുൾപൊട്ടലുണ്ടായ ഒരു കാര്യങ്ങളും ഇതൊക്കെ ആയിരുന്നു ഒരാഴ്ച ഫുള്ളും. അപ്പോൾ പിന്നെ നമുക്ക് കല്യാണവും ഇതൊക്കെ ഈ വീഡിയോ കാണാനും ഇതിനൊന്നും മനസ്സ് വന്നില്ല കേട്ടോ. അങ്ങനെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളും ഇവിടെ തീരേണ്ട. അപ്പോൾ നമുക്കിനി വെഡ്ഡിങ് ഡേയിലെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. പോകട്ടെ, കുറേ സമയം വൈകി. അപ്പോൾ ഇനി പോയിട്ട് ബാക്കി അടുത്ത വിശേഷം അവരൊക്കെ കാണിച്ചു തരാട്ടാ. അതാ നമ്മൾ കളമശ്ശേരി കൂടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ കളമശ്ശേരിയിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. ബാക്കി വിശേഷങ്ങളൊക്കെ സിഗ്നലിൽ കിടക്കാണ്.
അപ്പോൾ കല്യാണത്തിന് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് പിന്നെ അവിടെ പണിയൊക്കെ അവിടെ നടക്കണ കാരണം പിന്നെ വരാനൊക്കെ റെഡി ആവാനൊക്കെ കുറേ താമസം വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഏതാണ്ട് നിക്കാഹിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആണെങ്കിൽ വണ്ടിയാണെങ്കിൽ പാർക്ക് ചെയ്യാനും സൗകര്യം ഉണ്ടായില്ല. കാറൊക്കെ നമുക്ക് ആ കോമ്പൗണ്ടിലേക്ക് കടത്താൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ റോഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടേക്ക് നടന്നു വരികയാണ് ചെയ്തത്. അപ്പോഴേക്കും അങ്ങനെയൊക്കെ കുറേ സമയം പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കറക്റ്റ് സമയം പയ്യൻ വന്ന് ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറുന്ന ആ ഒരു രംഗമായിരുന്നു. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. പിന്നെ അതിനിടയ്ക്ക് എൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ പിന്നെ നമ്മുടെ ആയിട്ടുള്ള ബന്ധുക്കളും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ താഴേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫോട്ടോ ഇതൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോകാം. അപ്പോൾ ഒരുവിധം ആളുകളൊക്കെ വന്നവരൊക്കെ പോയി തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് അവിടെ ഫ്രണ്ടിലിരുന്ന ഹസ്ബൻഡിൻ്റെ ഒപ്പം ഗൾഫിലുണ്ടായിരുന്നവരൊക്കെ എന്നെ കണ്ടുമുട്ടി. അപ്പോൾ അങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ. പിന്നെ ലാസ്റ്റ് ഇനിയിപ്പോൾ ഫാമിലി ഫോട്ടോസും ഇതൊക്കെ എടുക്കുകയാണ് കേട്ടോ. അതിനുള്ള സമയമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. കഴിഞ്ഞ ദിവസം നെയ്ച്ചോറ് കഴിച്ചാറ് ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് നമുക്ക് വെജിറ്റേറിയൻ ആകാമെന്ന് കരുതി കേട്ടോ. പിള്ളേരൊക്കെ നേരത്തെ ഫുഡൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും ഉമ്മായും കൂടി ഇവിടെ വെജിറ്റേറിയൻ കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. അപ്പോൾ തിരക്കൊക്കെ ഒരുവിധം ഒഴിഞ്ഞിരുന്നു കേട്ടോ. നേരത്തെയൊക്കെ നല്ല തിരക്കായിരുന്നു. ഇവിടെ ഓഡിറ്റോറിയത്തിൻ്റെ 2 ഫ്ലോറ് നിറയെ ഫുഡ് കഴിക്കാനുള്ള തിരക്കും. അപ്പോൾ ഇത് എല്ലാവരും നമ്മുടെ ഫാമിലിയിൽ പെട്ട എല്ലാവരും ഒക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മരുമക്കളും ഇതൊക്കെയാണ് ഫാമിലി ഇതൊക്കെയാണ്. അപ്പോൾ അവരും ഞങ്ങളെല്ലാവരും ഒക്കെ ഇങ്ങനെ സംസാരിച്ച് ഇതൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിനി എന്തായാലും ഇവിടുത്തെ പ്രോഗ്രാം ഇപ്പോൾ ഇനി ഉച്ചയോടുകൂടി കഴിയണം. ഇനിയിപ്പോൾ വൈകിട്ട് നമുക്ക് റിസപ്ഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇനി അവിടെ വച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫാമിലി ഇതൊക്കെയാണ് കേട്ടോ. എൻ്റെ നാത്തൂനാണിത്, എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത ഇതിൻ്റെ വിശേഷങ്ങളും നമുക്കിവിടെ കാണാം കേട്ടോ. പിന്നെ ഇത് ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടി നിന്ന് ഒരു ഫാമിലി ഫോട്ടോ എടുക്കേണ്ട. പക്ഷേ ഇത് ഈ ഫാമിലിയിൽ പെട്ട എല്ലാവരും വന്നിട്ടില്ല കേട്ടോ ഇതിനകത്ത് ഫോട്ടോ എടുക്കാനായിട്ട്. കുറേ പേരൊക്കെ പിന്നെ ലാസ്റ്റ് ഘട്ടത്തിന് മുൻപ് പോയിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ഫാമിലിയിൽ പെട്ട എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഫോട്ടോ സെക്ഷനും ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അവർ ഇറങ്ങുക കേട്ടോ. ഇനി എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഈവനിങ് പാർട്ടി ഇതൊക്കെയുണ്ട്, റിസപ്ഷനും ഇതൊക്കെയുണ്ട്. അപ്പോൾ അത് കാണാം കേട്ടോ. അപ്പോൾ അത് പുറത്ത് നല്ല മഴയൊക്കെ പെയ്ത് നല്ല രസമായി കിടക്കുകയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെഡ്ഡിങ് റിസപ്ഷന് പോവുകയാണ്. അപ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്.
ഉച്ചയ്ക്ക് നമ്മൾ കല്യാണത്തിൻ്റെ ഇങ്ങനെ നമ്മുടെയൊക്കെ റിലേറ്റീവ്സിനെ കാണുകയും പിന്നെ ഇതൊക്കെയായി മൊത്തത്തിലെല്ലാം തിരക്ക്, ഭയങ്കര തിരക്ക് വന്നു. നമ്മൾ പിന്നെ അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയതും കുറേ ലേറ്റായി, ബ്ലോക്കിലൊക്കെ പെട്ട് അങ്ങനെ നമുക്ക് ഫോട്ടോ സെക്ഷൻ ഒരുപാട് അങ്ങ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്തു, ഈവനിങ്ങിൽ നമ്മൾ ഇനിയിപ്പോൾ റിസപ്ഷന് വന്നപ്പോൾ തന്നെ എന്തായാലും തിരക്ക് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയൊക്കെ നമ്മൾ ആദ്യം തന്നെ എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ താഴേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അതിനിടയ്ക്ക് ഇവിടെ ഇപ്പോൾ ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാല് കൊടുക്കലും വളയിടലും അമ്മായിയമ്മ വളയിടലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ താഴെ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചത് അങ്ങനെയൊക്കെയുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ കല്യാണ വ്ലോഗ് ഇവിടെ ഇന്ന് വൈൻഡപ്പ് ചെയ്യണ്ട. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി കാണാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് എന്ന് എഴുതിയേക്കണേമോ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ.